ഹലോ, നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ് ജയശ്രീ ഗോവിന്ദൻ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരാൾക്ക് എത്രത്തോളം ലൈഫ് ഇൻഷുറൻസിന്റെ ആവശ്യമുണ്ട് എന്നാണ്. പലരും ഒരു പോളിസി ഉണ്ട് അപ്പം അത് മതി എന്ന് പറഞ്ഞിരിക്കാറുണ്ട്. പിന്നീട് ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നതിനെ കുറിച്ച് ഏതെങ്കിലും അഡ്വൈസേഴ്സോ സംസാരിച്ചാൽ എനിക്ക് ഒരെണ്ണമുണ്ട്, വളരെ മുമ്പ് എടുത്തതാണ്, ഇപ്പോഴത് അടയ്ക്കുന്നുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എപ്പോഴും നമ്മൾ, ഞാൻ പല എപ്പിസോഡിലും പറയുന്ന പോലെ, നമ്മളുടെ സാഹചര്യം അനുസരിച്ച് അല്ലെങ്കിൽ നമ്മളുടെ കാലത്തിനനുസരിച്ചിട്ട് നമ്മളുടെ ഇൻകത്തിനനുസരിച്ചിട്ടൊക്കെ നമ്മളത് എല്ലാ വർഷവും റിവ്യൂ ചെയ്യണം. എന്നിട്ട് അതിന് അനുയോജ്യമായ അല്ലെങ്കിൽ നമ്മളുടെ ജീവിത ലക്ഷ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ അതിനെ കൂടുതൽ ടോപ്പപ്പ് ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ പുതിയ പോളിസികൾ എടുക്കുക. അങ്ങനെ നമ്മളുടെ ലൈഫിനെ നമ്മൾ സെക്യൂർ ചെയ്തുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. ഇനി മിനിമം ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ വാർഷിക വരുമാനത്തിന്റെ 30% അവരുടെ ലൈഫ് ഇൻഷുറൻസിന് വേണ്ടിയിട്ടുള്ള സേവിങ്സ് ആയിട്ട് എടുക്കുക. അതായത് ഇൻഷുറൻസ് സേവിങ്സ് ആയിട്ട് 30% ഒരാൾ ചെയ്തിരിക്കണം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വാർഷിക വരുമാനം അനുസരിച്ചിട്ട് കണക്ക് കൂട്ടി നോക്കുക. അതനുസരിച്ചിട്ടുള്ള സേവിങ്സ് നിങ്ങൾ നടത്തുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. മിനിമം ആണ് പറയുന്നത്, അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിനു വേണ്ടി ഇന്ന് തന്നെ തുടങ്ങുക. കാരണം ഒരു ലൈഫ് ഇൻഷുറൻസ് ഇല്ലാതെ, ഒരു ലൈഫ് ഇൻഷുറൻസും ഒരു ഹെൽത്ത് ഇൻഷുറൻസും ഇല്ലാതെ നമ്മളുടെ ജീവിതം ഒരിക്കലും പൂർണ്ണമാവുന്നില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്ക് എത്രത്തോളം വേണം എന്ന് വെച്ചാൽ നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങൾ, നമുക്ക് ഭാവിയിൽ വരാൻ പോകുന്ന എക്സ്പെൻസുകൾ, നമ്മൾക്ക് ഭാവിയിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവുകൾ, അങ്ങനെ പല ഗോളുകളും, നമ്മുടെ ജീവിതത്തിലുള്ള പല ഗോളുകളും അനുസരിച്ച്, നമ്മുടെ സാമ്പത്തികം അനുസരിച്ച്, നമ്മുടെ സ്ഥിതികളനുസരിച്ച്, നമ്മുടെ ഹെൽത്ത് ഒക്കെ നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ എത്രത്തോളം ഇൻഷുറൻസ് നമ്മൾ എടുക്കണം അല്ലെങ്കിൽ എത്രത്തോളം കവറേജ് നമ്മൾ എടുക്കണം എന്ന് നിശ്ചയിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതുവരെയും ചിന്തിക്കാത്തൊരു കാര്യമാണെങ്കിൽ തീർച്ചയായും ഇന്ന് തന്നെ ചിന്തിക്കുക. അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെയും ടേക്ക് കെയർ. ബൈ ബൈ.